കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഹയാ ഹൈപ്പർ മാർക്കറ്റ് ഉടമ മനച്ചിത്തൊടി മൊയ്തു നടത്തുന്ന മാതൃക വേറിട്ടതാണ്. സ്വന്തം അധ്വാനത്തിൻ്റെ ഒരു വിഹിതം ഓരോ മാസവും പാവങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്ന നന്മയുടെ പ്രതീകമാണ് മണ്ണാർക്കാട് ചങ്ങലീരി സ്വദേശി മനച്ചിത്തൊടി മൊയ്തു. ഹയാ ഹൈപ്പർ മാർക്കറ്റിൻ്റെ നാട്ടിലെ മൂന്നാമത് സ്ഥാപനമാണ് ആര്യമ്പാവ് മണ്ണാർക്കാട് റോഡിൽ പ്രവർത്തനം ആരംഭിച്ചത്. ചങ്ങലീരി മനച്ചിത്തൊടി മൊയ്തു സാഹിബിൻ്റെ ഉമ്മ കുഞ്ഞാത്തുട്ടി ലളിതമായ ചടങ്ങിൽ ഹൈപ്പർ മാർക്കറ്റ് തുറന്നുകൊടുത്തു. മൊയ്തുക്കയുടെ അമ്മായി മറിയ ആദ്യ വിൽപ്പന നടത്തി. വിദേശത്തുൾപ്പെടെ 6 സ്ഥാപനങ്ങളുടെയും കച്ചവട ലാഭം ഓരോ മാസവും മതവിധി പ്രകാരം നിശ്ചിത ശതമാനം കണക്കാക്കി പാവങ്ങൾക്ക് കൂടി നൽകി വരുന്നതാണ് മൊയ്തുക്കയുടെ രീതി. കച്ചവടത്തിൽ സൂക്ഷ്മത പുലർത്തി മിതമായ ലാഭത്തോടെ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കളിൽ എത്തിക്കുന്നതാണ് ഹയാ ഹൈപ്പർ മാർക്കറ്റിൻ്റെ സമ്പ്രദായം. ഒരു സമൂഹം കൂടെ നിന്നതുകൊണ്ട് മാത്രമാണ് ബിസിനസ് വിജയം നേടാനായതെന്നും അതിനാൽ വരുമാനത്തിൻ്റെ നിശ്ചിത വിഹിതം സാധുക്കൾക്ക് നൽകുക എന്നതാണ് തൻ്റെ നിലപാടെന്നും മൊയ്തുക്ക പറഞ്ഞു. ആര്യമ്പാവിലെ എൻ്റെ മൂന്നാമത്തെ സംരംഭമാണ്. ഞാനൊരു കച്ചവടക്കാരൻ മാത്രമല്ല, ആ കച്ചവടത്തിൽ പറഞ്ഞാൽ ഒരു സേവനം കൂടി കാണുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഞങ്ങൾ 6:30 തുറക്കും, 9 മണി വരെ തുറക്കുന്നതാണ്. അതുമാതിരി ആര്യമ്പാവിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു വിഹിതം കൃത്യമായിട്ട് ആര്യമ്പാവിൽ തന്നെ അതിനർഹതപ്പെട്ടവർക്ക് വീതിക്കുന്നവരാണ്. ശ്രീകൃഷ്ണപുരം മണ്ഡലത്തിലെ ആ സ്ഥാപനത്തിൽ നിന്ന് കിട്ടുന്നത് അവിടെയും വീതിക്കും. ഒരു പൈസ ദുർവ്യായം, ആർഭാടം അങ്ങനെ ഒന്നും എൻ്റെ പൈസ ചിലവാവില്ല. എന്നിൽ വന്ന് നിങ്ങൾ എന്തൊരു സാധനം വാങ്ങിച്ചു എന്ന് വിചാരിച്ചാലും അത് നിങ്ങളുടെ ബന്ധങ്ങളിലോ നിങ്ങളുടെ പ്രദേശത്തോ നിങ്ങളുടെ കുടുംബങ്ങളിലോ അതിൻ്റെ ഒരു വിഹിതം എത്തും. ഞാൻ തന്നെ എത്തിക്കുന്നതാണ്. അതാണ് ഞങ്ങളുടെ കച്ചവടത്തിൻ്റെ ഒരു ലെവല് എന്നുള്ളതാണ്. കച്ചവടത്തിൻ്റെ കാര്യം ജീവകാരുണ്യത്തിന് പറഞ്ഞാൽ കൃത്യമായിട്ട് എന്നെ അറിയാവുന്നവർക്കറിയാം. പുലാപ്പറ്റ, ശ്രീകൃഷ്ണപുരം, ചങ്ങലീരി, ആര്യമ്പാവിലും ഞങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. സ്ഥാപനം തുടങ്ങുന്നതിൻ്റെ മുന്നേ അതിൻ്റെ ഒരു വിഹിതം ഇവിടുത്തെ അർഹതപ്പെട്ട വീട്ടിൽ എത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇവിടുത്തെ ചുമട്ടുതൊഴിലാളികൾക്കറിയാം, ഇവിടുത്തെ ഒരു വിധമുള്ള ആൾക്കാർക്കൊക്കെ അറിയാം. അവർ നിർദ്ദേശിക്കുന്ന വീടുകളിലാണ് എത്തിക്കൽ. അപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് 1 രൂപ എനിക്ക് ലാഭം കിട്ടിയെന്ന് വിചാരിച്ചാൽ അത് ദുർവ്യായത്തിനോ അതല്ല അനാവശ്യമായ ചെലവിനും പോകില്ല. അതൊരു ഉറപ്പാണ്, അതെൻ്റെ ഒരു നിലപാടുമാണ്. 2011 ഒരു ഓട്ടോറിക്ഷയാണ് എൻ്റെ യാത്രാവാഹനം. ഇന്നും ചില കോടികളൊക്കെ ടേൺ ഓവറുള്ള ആൾ തന്നെയാണ് ഞാൻ. അതാണ് ഇത് പറഞ്ഞാൽ എൻ്റെ ഉമ്മാനെ കൊണ്ടാണ് ഈ കട ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നത്. എൻ്റെ അമ്മായിയാണ് ആദ്യ വിൽപ്പന. അത് ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുക്കുന്നൊരു മെസ്സേജാണ്. കാരണം ഞാൻ മരണപ്പെട്ടു എന്ന് വിചാരിച്ചാലും എൻ്റെ ഭാര്യ ഒരു മൂലയ്ക്ക് ഇരിക്കാൻ പാടില്ല. അപ്പം ഞാൻ എൻ്റെ ഉമ്മാനെ എൻ്റെ ഒപ്പം കൂട്ടിപ്പിടിക്കുമ്പോൾ എൻ്റെ മക്കൾ പറഞ്ഞാൽ എൻ്റെ ഭാര്യനെ കൂട്ടിപ്പിടിക്കും എന്നുള്ളത് തന്നെയാണ്. ഒരു കച്ചവടക്കാരനെന്ന് വിചാരിച്ചാൽ എനിക്കൊരു കുടുംബമുണ്ട്. കുടുംബത്തിൽ 20 അംഗങ്ങളുണ്ട്. ആ 20 അംഗങ്ങൾക്കും ഒരു പ്രചോദനം ഞാനാവണമെന്ന ഉദ്ദേശം കൊണ്ട് തന്നെ ഞാനൊരു കച്ചവടക്കാരൻ. പിന്നെ ഈ ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ ഉപയോഗിക്കാത്ത ഒരു സാധനവും എൻ്റെ ഒരു സ്ഥാപനത്തിനും വിൽക്കില്ല. നിങ്ങൾക്ക് എന്ത് കംപ്ലൈൻറ്റ് ഉണ്ടെച്ചാലും ഞങ്ങളെ സമീപിക്കുകയും ചെയ്യാം. അല്ല, എല്ലായിടത്തും ഞങ്ങളുടെ അത് എല്ലാ സ്ഥലത്തും. അതായത് പറഞ്ഞാൽ എനിക്ക് പുലാപ്പറ്റിയിൽ ഒരു റബ്ബർ തോട്ടമുണ്ട്. അവിടുന്ന് കിട്ടുന്നത് അവിടെ വർഷങ്ങളായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന ശ്രീകൃഷ്ണപുരം നിയോജക മണ്ഡലത്തിലുണ്ട്, ചങ്ങലീരി പ്രദേശത്തുണ്ട്, ആര്യമ്പാവിലും ഉണ്ട്. അത് പറഞ്ഞാൽ അതെൻ്റെ ഒരു നിലപാടാണ്. അത് പടച്ചോനെ ഓർത്തിട്ട് ചെയ്യുന്ന ഒരു നിലപാടാണ്. ഞാനോട് താഴോട്ട് പോയിട്ടുമില്ല. ഞാനൊരു സാധാരണക്കാരാണ്. എൻ്റെ അമ്മായിനെ കൂട്ടിപ്പിടിച്ചത് പറഞ്ഞാൽ, അമ്മായിനെ കൊണ്ട് ആദ്യം വിൽപ്പന നടത്തുന്നത് പറഞ്ഞാൽ, ഞാൻ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി എൻ്റെ അമ്മായിൻ്റെ വീട്ടിൽ പോയിരുന്നതാണ്. അപ്പോൾ എനിക്കൊരു വളർച്ച വരുമ്പോൾ അവർക്കൊരു സന്തോഷവും. എൻ്റെ കാലശേഷം എൻ്റെ മക്കൾ പറഞ്ഞാൽ എൻ്റെ പെങ്ങന്മാരെ പരിഗണിക്കണം. ഈ ഒരു മെസ്സേജാണ് ഈ ഒരു കച്ചവടം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ സ്ഥാപനമാണ് ആര്യമ്പാവിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. നല്ല സേവനങ്ങളും നല്ല സർവീസും ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവുമെന്ന് ഉറപ്പു നൽകുന്നു. വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെ ആര്യമ്പാവ് ദേശീയപാതയോരത്തുള്ള പുതിയ ഹയാ ഹൈപ്പർ മാർക്കറ്റ് പ്രദേശവാസികളുടെയും യാത്രക്കാരുടെയും മികച്ച ഷോപ്പിംഗ് കേന്ദ്രമാകും. മികച്ച ഉൽപ്പന്നങ്ങൾ മിതമായ വിലയിൽ നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയതായും സ്വദേശി യുവാക്കൾക്കും യുവതികൾക്കും ജോലി നൽകുക എന്ന ലക്ഷ്യം പരിഗണിക്കാൻ ശ്രമിച്ചതായും രാവിലെ 6:30 മുതൽ രാത്രി 9 വരെയാണ് പ്രവർത്തന സമയമെന്നും വിവിധ ഷോറൂമുകളുടെ ചുമതലയുള്ള ഷെഫീഖ്, ഫാസിൽ, ഷമീർ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പറഞ്ഞു. ചങ്ങലീരി എന്ന് പറഞ്ഞ ആദ്യത്തെ ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്തത്, അതിനുശേഷം ശ്രീകൃഷ്ണപുരം, അതിനുശേഷം ഇപ്പോൾ ആര്യമ്പാവിലും പ്രവർത്തനം ആരംഭിച്ചിട്ട്